കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പുസ്തകം 33-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. ഈ അധ്യായം ആരംഭിക്കുന്നത് കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരാലങ്കാരികമാകുന്ന ഭാഷാപ്രയോഗത്തോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഒരു പട്ടണം, ആ പട്ടണത്തിൽ യുദ്ധത്തിന് വേണ്ടി ആളുകൾ വരുന്നു. ആ സമയത്ത് അവരിൽ ഒരാളെ കാവൽക്കാരനാക്കുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവേ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിനിടെ ഒരു കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് 7-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. കാവൽക്കാരൻ്റെ വേഷം കാഹളം പിടിച്ചുകൊണ്ട് മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ആരെങ്കിലും യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട് എങ്കിൽ അവരെ കാണുമ്പോൾ ഉടൻ തന്നെ കാഹളം ഊതി ജനത്തെ അറിയിക്കുക. ജനം ഉടനെ യുദ്ധത്തിന് വേണ്ടി സജ്ജരാകുക. അങ്ങനെ സജ്ജരായാൽ അവർക്ക് ജീവിക്കുവാൻ കഴിയും. അഥവാ കാഹളം കേട്ടിട്ട് സജ്ജരാകുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല എങ്കിൽ ശത്രു സൈന്യം കടന്നു വന്നവരെ കൊല്ലും. ആ കൊല്ലുമ്പോൾ അവരുടെ കുറ്റം, അതിൻ്റെ കുറ്റം അവരുടെ മേൽ തന്നെ ഇരിക്കും. എന്നാൽ കാവൽക്കാരൻ ഇത് കണ്ടിട്ടും കാഹളം ഊതുന്നില്ല. തന്നിമിത്തം യുദ്ധം ചെയ്യേണ്ട ആളുകൾ കടന്നു വരുന്ന യുദ്ധം ചെയ്യുന്നു. ജനത്തെ കൊല്ലുന്നെങ്കിൽ അതിൻ്റെ കുറ്റം കാവൽക്കാരൻ്റെ മേലിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ജനത്തിന് മുന്നറിയിപ്പ് നൽകാൻ ദൈവം എഗസ്കേലിനെ വിളിച്ചിരിക്കുകയാണ്. അവൻ മതിലിന് മുകളിൽ ഒരു കാവൽക്കാരനെ പോലെ ആയിരിക്കണം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വിശദീകരണമാണ് താഴോട്ടുള്ള ഭാഗങ്ങളിൽ വിശദീകരിച്ച് പറയുന്നത്. ദൈവത്തിൽ നിന്ന് കേട്ടത് ജനത്തോട് പറയണം, ജനം അനുദപിക്കണം, ജനത്തിൻ്റെ രീതികൾക്ക് വ്യത്യാസം വരണം. അങ്ങനെ ജനം അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ, ജനത്തിൻ്റെ മനസ്സ് മാറുന്നില്ല എങ്കിൽ ജനം മരിക്കും. കാവൽക്കാരൻ തന്നെ സന്ദേശം വിശ്വസ്തയോടെ അറിയിച്ചു. അങ്ങനെ അവർ പ്രവർത്തിച്ചാൽ അവർക്ക് ജീവിക്കാൻ കഴിയും. ഇല്ല, കാവൽക്കാരൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർ മരിക്കും എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് അവൻ്റെ 7 മുതൽ 9 വാക്യങ്ങളിലൊന്ന് വായിച്ച് 33-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വാക്യങ്ങൾ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദുഷ്ടനോട് ഞാൻ പറയുന്നു, നീ മരിക്കും. അപ്പൊ ദുഷ്ടനോട് അവൻ്റെ വഴി വിട്ടുകളയുവാൻ കാവൽക്കാരനാകുന്ന എഗസ്കേൽ പറയുന്നില്ല എങ്കിൽ ആ ദുഷ്ടൻ്റെ അകൃത്യത്തിൽ മരിക്കും. എങ്കിലും അവൻ്റെ രക്തം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ചോദിക്കും. കാരണം നീ ഏൽപ്പിച്ചത് പറഞ്ഞില്ല, അതുകൊണ്ട് അവന് മാറുവാൻ കഴിഞ്ഞില്ല. കാവൽക്കാരൻ്റെ അശ്രദ്ധ മൂലം
നശിക്കുന്ന ഏവരുടെയും രക്തത്തിൻ്റെ ഉത്തരം നൽകേണ്ടത് കാവൽക്കാരനാണ്. അവിടെ പാപനിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് ജനങ്ങളോട് പറയുക എന്നായിരുന്നു അവരുടെ ചുമതല. ദൈവത്തിൽ കേട്ടത് അവൻ ജനത്തോട് പറയണം. ജനം അനുദപിക്കണം, ജനത്തിൻ്റെ മനസ്സ് മാറണം, അങ്ങനെ ജനം ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് പറയുകയാണ്, നീ മരിക്കും. പക്ഷേ കാവൽക്കാരൻ്റെ ജോലിയാണ്, അഥവാ യെഹെസ്കേലിൻ്റെ ജോലിയാണ് അത് നീ പറയണം. ഈ അധ്യായത്തിൻ്റെ പല ഭാഗത്തും സ്വജനത്തോട് പറയണമെന്ന്, ഇസ്രായേൽ ജനത്തോട് പറയണമെന്ന്. യെഹെസ്കേൽ ഇപ്പോൾ ബാബേൽ പ്രവാസത്തിലാണ്. അവന് യെരുശലേമിൽ പോകാനൊക്കത്തില്ല, ഓൾറെഡി നശിച്ചു കഴിഞ്ഞു. ഇനി പോകാൻ കഴിയുന്ന അവന് ചുറ്റുമുള്ള പ്രവാസത്തിൽ കഴിയുന്ന മറ്റ് ജനത്തോട് പറയേണ്ട കാര്യമാണിത്. ഇനി നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ നോക്കാം. അതിൻ്റെ 10 മുതൽ വാക്യങ്ങൾ, 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ചു. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരുവിൻ, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയില്ല. ഓക്കെ, ഈ 10 മുതൽ 12 വരെ വാക്യങ്ങൾ തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകാൻ യഹോവ യെഹെസ്കേലിനോട് ആവശ്യപ്പെടുകയാണ്. 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അത് വായിക്കുന്നു: മനുഷ്യപുത്രൻ ഇസ്രായേൽ ഗൃഹത്തിൽ പറയേണ്ടത്, ഞങ്ങളുടെ അതിക്രമവും പാപവും ഞങ്ങളുടെ മേലിരിക്കുന്നു, അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ഈ ഇസ്രായേൽ ജനം തന്നെത്താൻ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഞങ്ങളുടെ ലംഘനങ്ങളും പാപങ്ങളും നമ്മുടെ മേലിരിക്കുന്നു, അത് നിമിത്തം നമ്മൾ നശിക്കുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ദൈവം ന്യായം വിധിക്കുന്നത് ന്യായമായിട്ടാണ്. ആ ന്യായം വിധിക്കുന്നതിനെതിരായിട്ട് ഉയർന്നു വരുന്ന, അഥവാ ദൈവത്തിൻ്റെ നീതിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു കുറ്റപ്പെടുത്തുന്ന, ഒരു കുറ്റാരോപണ രൂപത്തിലുള്ള ചോദ്യമാണിത്. ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ളതായ ചോദ്യം, കുറ്റം ആരോപിക്കുന്നതിനുള്ള ചോദ്യമാണിത്. തൻ്റെ ജനത്തിന് മാനസാന്തരപ്പെടാൻ സമയം നൽകാത്ത വിധം ദൈവം തന്നെ ന്യായവിധി കഠിനമാക്കുന്നതിനാൽ ദൈവം അതിലൂടെ സന്തോഷിക്കുന്നു എന്നാണ് ഇവരുടെ ചിന്താഗതി. എന്ന് പറഞ്ഞാൽ, ന്യായവിധിക്ക് വരുന്നതിന് മുമ്പ് ദൈവം ഞങ്ങൾക്ക് സമയം തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ന്യായവിധിക്കകത്ത് വീണ് കഴിയുമ്പോൾ അത് കണ്ടിട്ട് സന്തോഷിക്കുന്നു ദൈവം എന്നാണ് ഇവർ കുറ്റപ്പെടുത്തി പറയുന്നത് എന്നാണ് അതുകൊണ്ടുള്ള ആശയം അർത്ഥമാക്കുന്നത്. ആ ന്യായവിധിയിൽ അത് കഠിനമാക്കുന്നു, ദൈവം അത് കണ്ട് സന്തോഷിക്കുന്നു, ഇവരുടെ കഷ്ടത കണ്ടിട്ട് ദൈവം സന്തോഷിക്കുന്നു എന്നാണ് ഈ ജനത്തിൻ്റെ ചിന്താഗതി. അതിനുത്തരമായിട്ടാണ് 11ാമത്തെ വാക്യം അവിടെ പറയുന്നത്. അതിനുത്തരമാണ്.
ഉത്തരം എന്താണ് നോക്കി, 11-ാമത്തെ വാക്യം നോക്കി എന്താ പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. അവർ ചോദിച്ച ചോദ്യത്തിന് തക്കയോഗ്യമായൊരു മറുപടി നൽകുകയാണ്. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കുന്നതിലല്ല എനിക്ക് സന്തോഷമുള്ളത്. നിങ്ങൾക്കത് തെറ്റിപ്പോയി. നിങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവം ഇതിങ്ങനെ കടത്തി വിട്ടിട്ട് അതിൽ സന്തോഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ എൻ്റെ ചിന്താഗതിയല്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കുന്നതിലേക്ക് സന്തോഷമില്ല. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ജീവിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇവിടെ ഈ വാക്യത്തിലൂടെ ദൈവം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ അവർ ചോദിച്ച ചോദ്യത്തിന് എന്ന് പറഞ്ഞാൽ അവരുടെ ചോദ്യത്തിലൂടെ മനസ്സിലാക്കുന്നത് ദൈവം ഒരു ക്രൂരനാണ്, ദൈവം ഒരു ക്രൂര വിനോദം ചെയ്യുന്ന ആളാണ് എന്ന് ചിന്താഗതിരിക്കുന്ന ജനത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം വെളിപ്പെടുത്തുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുകൂടെ പറയുന്നു. 2, മനുഷ്യനുമായുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചൂടെ പറയുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചും ഇടപെടലിനെക്കുറിച്ചും ഉള്ളതായ ഒരു അടിസ്ഥാന തത്വം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനത്തിൻ്റെ ചോദ്യത്തിന് മറുപടി ദൈവം കൊടുക്കുന്നത്. ഒന്ന്, ആ പ്രഖ്യാപനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ജനത്തിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപാട് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തി. ആ അടിസ്ഥാന തത്വമാണ് ദൈവം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ദുഷ്ടന്റെ മരണത്തിലല്ല, അവൻ ദുഷ്ടത വിട്ട് മാറി വരുന്നതിലാണ് സന്തോഷം എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം ക്രൂരനല്ല, ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നും അവൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ജനം നന്നായി ദൈവത്തെ അറിയുന്നവരായി നീതിമാന്മാരായി മരിക്കുകയല്ല ജീവിച്ചിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും ഈ അടിസ്ഥാന തത്വം യഹോവയായ ദൈവം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവം പ്രത്യേകം സന്തോഷിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നു. അപ്പൊ ആളുകൾ മാനസാന്തരപ്പെടുവാനും അവരുടെ ദുഷ്ടവഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കാനുള്ളതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ആ നിലയിലുള്ളതാണ് ദൈവത്തിൻ്റെ ഹൃദയമെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ആളുകൾ മാനസാന്തരപ്പെടണം, ദുഷ്ടന്റെ വഴിയിൽ നിന്ന് പിന്തിരിയണം, എന്നിട്ടൊരു നീതിമാനായി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ക്രൂരനല്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുവാൻ അവൻ അവരോട് പറയുകയാണ്. അവർ തിന്മകൾ ചെയ്യുന്നത് അവസാനിപ്പിക്കണം, അവർ യഹോവയിലേക്ക് തിരിയണം. അവർ ജനം വിസമ്മതിച്ചാൽ ആ ജനം മരിക്കും, എന്നാൽ ആ ജനം മനം തിരിഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുമെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. ആ വരുന്ന വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് തിരിയുക. ദുഷ്ടൻ തന്നെ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരുവീൻ, തിരുവീൻ, ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ദൈവം ആവർത്തിച്ച് പറയുന്നു, തിരിവീൻ, തിരിഞ്ഞുവീൻ, ടേൺ ബാക്ക്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിവീൻ, നിങ്ങൾ എന്തിനാ വെറുതെ മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യഹോവയായ ദൈവം ഇവിടെ ആശയവിനിമയം ജനത്തോട് നടത്തുന്നത്. എന്തോ ആശയവിനിമയം നടത്തുന്നത്? നിങ്ങൾ ഇങ്ങനെ മരിക്കുകയല്ല ചെയ്യേണ്ടത്, അതല്ല ദൈവത്തിന് സന്തോഷം. ദൈവത്തിന് സന്തോഷം, സന്തോഷം നൽകുന്ന
ഒരാഗ്രഹത്തിൻ്റെ ആശയവിനിമയം നടത്തുന്നത്, നിങ്ങൾ മനം തിരിയണം, ദുർമാർഗം വിട്ട് തിരിഞ്ഞ് നിങ്ങൾ ജീവിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം സ്ത്രീകളും പുരുഷന്മാരും മുൻപിൽ ദൈവം ജീവിതം വെച്ചിട്ടുണ്ട്. നല്ല വഴിയും തെറ്റായ വഴിയും വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, 2 വഴി, 2 വാതിൽ, ഇടുങ്ങിയതും വിശാലമാകുന്ന വാതിൽ. ദൈവം എവിടെയും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ അങ്ങനെ വെച്ചിരുന്നു. എല്ലായിടത്തും ദൈവം മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്നവർ പപ്പറ്റായിട്ടല്ല, അവന് ഫ്രീ വിൽ കൊടുത്താണ് അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവന് മുമ്പിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മരണം തിരഞ്ഞെടുക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നല്ല പ്രവർത്തികൾ ചെയ്ത്, നന്മ ചെയ്ത്, നീതി ചെയ്ത്, നീതിമാനായി ജീവിച്ച് ആ നിലയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആവർത്തന പുസ്തകം 30-ാം അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു ശാപത്തെയും വെക്കുന്നു, അനുഗ്രഹത്തെയും വെക്കുന്നു, നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതേത് കാലഘട്ടത്തിൽ ദൈവം വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ 2 കാര്യം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സന്തോഷം ദുഷ്ടതയിൽ മരിക്കുന്നതല്ല, അവൻ മനം തിരിഞ്ഞ് ഒരു നീതിമാനായി ജീവിക്കുന്നതാണ് ദൈവത്തിന് വളരെ സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് ദൈവം ചോദിക്കുന്നു, നീ എന്തിനാ മരിക്കുന്നത്? നീ എന്തിനാണ് മരിക്കുന്നത്? ഇസ്രായേൽ പറയുന്നത്, ദൈവം ഞങ്ങളെ ന്യായവിധിയിലൂടെ കടത്തിവിട്ട് ഞങ്ങളെ നശിപ്പിച്ച് അതിലൂടെ ചിരിക്കുവാൻ, സന്തോഷിക്കുവാൻ ദൈവം ശ്രമിക്കുന്നു പറയുമ്പോൾ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ തെറ്റിപ്പോയി. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ മനം തിരിയുന്നതാണ് എനിക്ക് സന്തോഷം. ഈ ഭാഗം എടുത്തു പറയുന്നു, ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, നിങ്ങൾ എന്തിനെങ്ങനെ മരിക്കുന്നത്? വരാൻ പോകുന്ന ന്യായവിധിയിൽ അവർ നശിക്കേണ്ടി വരരുതേ എന്നാണ് ദൈവത്തിൻ്റെ ചിന്ത. എന്തുകൊണ്ടാണ് ജനം മരിക്കുന്നത്, എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നതിൽ അവർ അവഗണിച്ചു, അതിന് പ്രാധാന്യത കൊടുത്തില്ല. അവരുടെ പാപനിമിത്തം അവർ മരിച്ചു. അവരുടെ പാപ കാരണമാണ്. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, പാപം എപ്പോഴും നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. റോമലേഖനം 6:23 വായിച്ചു. റോമൻസ് ചാപ്റ്റർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ഇവിടെ പാപത്തിന് ശമ്പളം മരണമാണ്. അതുകൊണ്ട് യഹോവ ദൈവം ചോദിക്കും, നീ എന്തിനാ മരിക്കുന്നത്? നീ ദുഷ്ടതയിൽ മരിക്കല്ലേ, നീ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടണം, അതിലാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായപ്പോൾ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു, 100 ആടിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ സന്തോഷിച്ച്, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷിച്ച സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ആ കാണാതെ പോയത് തിരിഞ്ഞ് അവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ കൂടെ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്നത് ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കുമ്പോഴല്ല, അവൻ മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഇന്ന് രാത്രി ഒരുപക്ഷെ നമുക്കൊക്കെ പറയാൻ കാണും, ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും ദൈവത്തെ അറിയാത്തവരായി ജീവിച്ചു. ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച ആ പ്രത്യേക സന്ദർഭം ഇന്ന് രാത്രി ചിന്തിച്ചു നോക്കിയാൽ അത് മഹത്വകരമാകുന്ന ഒരു നിമിഷമാണ്. സ്വർഗം സന്തോഷിച്ച ഒരു ദിനമാണ്.
ദൈവം എപ്പോഴും സന്തോഷിക്കുക നമ്മുടെ നല്ല പ്രവൃത്തിയിലാണ്, നമ്മുടെ നീതി പ്രവൃത്തിയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ഇനി 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വായിച്ചു. 2 Peter chapter 3 verse 9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് വരെ താമസിക്കുവാനുള്ള കാരണം, കർത്താവ് പോയപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവ് ഇപ്പോഴും വരാത്തതിന് കാരണമെന്ന് പറയുന്നത് ചിലരെങ്കിലും മാനസാന്തരപ്പെടണം, ചില ദുഷ്ടന്മാരെങ്കിലും ദുഷ്ടത വിട്ട് ദുർമാർഗം വിട്ട് തിരിയണം. അതിനുവേണ്ടി ഓരോ ദിവസവും ഇങ്ങനെ ദീർഘക്ഷമ കാണിച്ചാണ് ഈ കാലഘട്ടം ഇങ്ങനെ തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നിത്യതയിൽ കാണപ്പെടുകയില്ലായിരുന്നു, നമ്മൾ ദുർമാർഗത്തിൽ തന്നെ മരിക്കേണ്ടി വരുമായിരുന്നു. ദൈവത്തിൻ്റെ വരവ് താമസിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചത്. അതുകൊണ്ട് ഇന്നും ദൈവം തൻ്റെ വരവ് താമസിക്കുന്നതേ ദുഷ്ടൻ തന്നെ ദുർമാർഗം വിട്ട് തിരിയട്ടെ, അവൻ മടങ്ങി വരട്ടെ, നീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ വരവ് താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ വചനത്തിലൂടെ വളരെ വ്യക്തമായി പറയും. 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. നിങ്ങൾ ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തൻ്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീതിമാൻ തൻ്റെ നന്മയെ അഥവാ നീതിയെ അതിലൊരിക്കലും ആശ്രയിക്കരുത്. അതിന് തെളിവും കാരണവും ഞാൻ പറയാം. ഒരു നല്ല മനുഷ്യൻ അവൻ നീതിമാനായി ജീവിച്ചു. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നപ്പോൾ അവൻ ദുർമാർഗം ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അവൻ്റെ നീതികളൊന്നും അവനെ രക്ഷിക്കുകയില്ല. ആ പ്രസന്റ് കാലഘട്ടത്തിൽ അവൻ എന്താണോ അതാണ് ദൈവം നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ നീതി ചെയ്തു, അത് നിന്നെ ഈ കാലഘട്ടത്തിൽ രക്ഷിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ നീ എങ്ങനെ ജീവിക്കുന്നു അതാണ് ദൈവം നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ജീവിച്ചതല്ല നോക്കുന്നത്, ഈ കാലഘട്ടത്തിൽ നീ നീതിയായി തന്നെ നീതിമാനായി തന്നെ തുടരുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ ഇനി തന്നെ തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. പേര് വിശുദ്ധനെന്നും നീതിമാനുമാണെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ദുഷ്ടൻ നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരിക്കൽ അവൻ നീതി ചെയ്തതുകൊണ്ട് പിൽക്കാലങ്ങളിൽ അവൻ ദുർമാർഗത്തിലേക്ക് പോയാൽ, ദുഷ്ടനായി ജീവിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളുടെ നീതി ഒരിക്കലും അവനെ രക്ഷിക്കത്തില്ല. അതിൽ ആശ്രയിച്ചാൽ അവൻ രക്ഷിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. തൻ്റെ പാപനിമിത്തം മരിക്കും. ഒരിക്കൽ നീതിമാനായി ജീവിച്ചു, പിന്നീട് നീ ദുഷ്ടത പ്രവർത്തിച്ചാൽ അറ്റ് പ്രസന്റിൽ നീ ചെയ്ത ദുഷ്ടത നിമിത്തം തന്നെ നീ മരിക്കും. കഴിഞ്ഞ കാലത്തിലെ അവൻ്റെ നീതി പ്രവർത്തികൾ, അവൻ്റെ നീതികൾ അവനെ ഒരിക്കലും രക്ഷിക്കുകയില്ല. നീതി ചെയ്യുവാൻ അതുകൊണ്ട് എക്കാലത്തും നീതിമാൻ നീതി ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ ജീവിച്ചിരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ അവൻ മുൻ നീതി അവനെ രക്ഷിക്കുകയില്ല.
അതുപോലെ തന്നെ ദുഷ്ടതയോടുള്ള ബന്ധത്തിലും ദുഷ്ടതയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ദുഷ്ടതയെ വിട്ട് പിന്തിരിയുന്നു എങ്കിൽ, അവൻ നീതിമാനായി തീർന്നു എങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിലെ ദുഷ്ടത ഒരിക്കലും അവനെ പിന്തുടരുകയില്ല. അതവനെ ഇടറുകയില്ല, അവനെ വീഴ്ത്തുകയില്ല എന്ന് പറയുന്നത്. അത് നിമിത്തം അവൻ വീഴുകയില്ല. കഴിഞ്ഞ കാലം ദുഷ്ടനായി ജീവിച്ചു. എന്നാൽ കാലഘട്ടത കഴിഞ്ഞപ്പോൾ ഹൃദയത്തിനകത്തൊരു മാറ്റം വന്നിട്ട് ദുർമാർഗത്തെ വിട്ടു, ദുഷ്ടത വിട്ടു, ഒരു നീതി ചെയ്യുന്ന വ്യക്തിയായി തീർന്നു എങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ദുഷ്ടത നിമിത്തം അവൻ ഒരിക്കലും വീഴുകയില്ല എന്ന് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. അപ്പം അതുകൊണ്ട് മുൻകാലങ്ങളിൽ നീ എങ്ങനെ ജീവിച്ചു അതല്ല ഇമ്പോർട്ടൻ്റ്. ഈ കാലഘട്ടത്തിൽ നീ ഒരു നീതിമാനായി തുടർന്നു എങ്കിൽ നിനക്ക് ജീവിക്കാം. ഇല്ല, നീ വഴിമധ്യേ പോയെങ്കിൽ, നീ വഴിമധ്യേ വീണ്ടും ദുഷ്ടതയിലേക്ക് പോയെങ്കിൽ, നീ ദുഷ്ടതയിൽ തന്നെ മരിക്കും. ദുഷ്ടനും അതുപോലെ തന്നെ ദുഷ്ടത വിട്ട് പിന്തിരിഞ്ഞൊരു നീതിമാനായി ജീവിച്ചാൽ അത് നിമിത്തം നീ ജീവിക്കും. ഇല്ല, നീ ദുർമാർഗം വിട്ടു തിരിയുന്നെങ്കിൽ നീ ദുർമാർഗത്തിൽ മരിക്കും എന്നാണ് ഈ ഭാഗം ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. നമുക്കതിനെ 13 മുതൽ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 13-ാമത്തെ വാക്യം: നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവന്റെ നീതി പ്രവൃത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. ഇവിടെ അടുത്തൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. നീതിമാന്മാരോട് അവൻ തീർച്ചയായും ജീവിക്കുമെന്ന് പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ്റെ നീതി പ്രവർത്തനമൊന്നും അവനെ കണക്കിടുകയില്ല. നമ്മളത് പറഞ്ഞു കഴിഞ്ഞതാണ്. ദൈവത്തിനും ദൈവത്തിൻ്റെ കരുണയിലും ആശ്രയിക്കുന്നതിന് പകരം കഴിഞ്ഞ കാലങ്ങളിൽ അവന് സ്വന്തം നീതിയിൽ ആശ്രയിച്ചാൽ അവൻ വലിയ തെറ്റിൽ അകപ്പെടും, അവൻ അപകടത്തിൽ വീഴും എന്ന് ഈ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ വീഴാതിരിപ്പാൻ അവനെക്കുറിച്ച് സാധ്യമല്ല. കാരണം അവൻ തന്റെ നീതി പ്രവൃത്തി വിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുവന്റെ എല്ലാ നീതി പ്രവൃത്തികളും ദൈവമുമ്പാകെ ഒന്നും കൊള്ളാത്തതായി മാറി. കഴിഞ്ഞ നീണ്ട വർഷം നീ നീതിമാനായി ജീവിച്ചു. അവസാന നിമിഷം വന്നപ്പോൾ നീ അതെല്ലാം മറന്ന് ദുഷ്ടതയിലേക്ക് നീങ്ങിയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്തതൊന്നും ദൈവം ഓർക്കത്തില്ല. ഇപ്പോൾ നീ എങ്ങനെയായിരിക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ നീ ദുർമാർഗത്തിലേക്ക് പോയാൽ ആ കഴിഞ്ഞ കാലങ്ങളുടെ നീതി പ്രവൃത്തികൾ നിനക്ക് അത് നിമിത്തം ജീവിക്കാൻ കഴിയത്തില്ല, നീ മരിക്കും. അതേ തത്വമാണ് ദുഷ്ടതയുടെ ബന്ധത്തിൽ പറയുന്നത്. ദുഷ്ടതയിൽ തുടർന്നാൽ അവൻ മരിക്കും. എന്നാൽ ദുഷ്ടത വിട്ട് അവൻ നീതിമാനായി ജീവിച്ചാൽ അവൻ ജീവിച്ചിരിക്കും. ഈ രണ്ട് സാഹചര്യങ്ങളും ദൈവം നീതിമാന്മാരോട് പറയുന്നത് അവർ തീർച്ചയായും ജീവിക്കും. എങ്ങനെ? നീതിമാനായി തുടരുകയും ദുഷ്ടത വിട്ട് നീതിമാനായി തീരുകയും ചെയ്താൽ നിശ്ചയമായും അവൻ ജീവിച്ചിരിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ അവൻ മരിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാലത്ത് അവർക്ക് തിരിയുവാനും അതിന് രക്ഷപ്പെടുവാനും കഴിയുകയില്ല.
അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന ഓരോ സമയവും എപ്പോഴാണ് നമ്മുടെ അവസാനം എന്ന് പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് കർത്താവിൻ്റെ വരവെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന പ്രാധാന്യത ഉള്ളതാക്കിയാൽ ഓരോ നിമിഷവും നീതി ചെയ്തുകൊണ്ട് വിശുദ്ധന്മാരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ദുഷ്ടത വിട്ടുമാറി ഒരു നീതിമാനായി ജീവിച്ചാൽ നിനക്ക് ജീവിക്കുവാൻ കഴിയും. ഇല്ലത്തെ മരണത്തിന് ഏൽപ്പിക്കപ്പെടും എന്ന് വളരെ വ്യക്തമായി പറയും. ഇവിടെ 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു. ഒരു ദുഷ്ടന്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കാം എന്ന് വളരെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ നിന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ 3 കൂട്ടം കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ദുഷ്ടന്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കാം, അവൻ ശരിയായത് പ്രവർത്തിക്കാം. എന്നാൽ അങ്ങനെയെങ്കിൽ ദൈവം അവൻ്റെ പാപം ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ ദൈവം ഒരു 3 കൂട്ടം കാര്യം പറയുന്നുണ്ട്. ദുഷ്ടൻ ചെയ്യേണ്ട കാര്യം: 1, പണയം തിരികെ കൊടുക്കണം. 2, അപഹരിച്ചത് മടക്കി കൊടുക്കണം. 3, നീതികേട് ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കണം. ഇത് പഴയ നിയമത്തിൽ നിന്നെടുത്ത് ഇങ്ങോട്ടിരിക്കുക. പഴയ നിയമം പറയുമ്പോൾ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിനകത്ത് ഇത് കുറെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4, 5 വാക്യം ഒന്ന് വായിച്ചേ. ലെവിറ്റിക്കസ് ചാപ്റ്റർ 6 വേഴ്സ് 4 and 5. ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തന്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലോട് 5-1 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം. നോക്കണം, ഈ ആ ഭാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് യഹോവയായ ദൈവം ഇതിവിടെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഇസ്രായേലിന് കൊടുത്ത പ്രമാണമാണിത്. ആ പ്രമാണം അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ പ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച് അവർ പണയം വാങ്ങിയിട്ടുണ്ട്, അവർ അപഹരിച്ചെടുത്തിട്ടുണ്ട്, നീതികേട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുന്നു, സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നീ വാങ്ങിയത് തിരികെ കൊടുക്കണം, നീ അപഹരിച്ചത് മടക്കി കൊടുക്കണം, നീതികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കണമെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തിൽ അഥവാ ഭൂതകാലത്തിൽ മാരകമായി നിർണയിച്ചിരിക്കുന്ന മനുഷ്യന്റെ നല്ലതോ തിന്മയോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല മരണവും ജീവനും കൽപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ മുൻകാല പാപങ്ങൾ നിമിത്തമല്ല വ്യക്തി മരിക്കുന്നത്. എന്നാൽ പഴയ പാപത്തെ തുടരുവാൻ പാടില്ല. അവൻ എന്നും നീതിമാനായി തുടരുന്നു എങ്കിൽ അവന് ജീവിക്കാം. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ട് പിന്തിരിഞ്ഞ് അവൻ നീതിമാനായി ജീവിച്ചാൽ അവന് ജീവിക്കുവാൻ കഴിയും. അതാണ് ഈ ഭാഗത്ത് എടുത്തു പറയുന്നു. പഴയ നിയമത്തിൽ മോശമോദർ കൊടുത്ത ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ഇവിടെ വീണ്ടും എടുത്തു പറയുകയാണ്. ഇസ്രായേൽ ജനം അത് ലംഘിച്ചു. അതുകൊണ്ട് പ്രവാസത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അവരെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഒരു യഗസ്കേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോൾ പറയുകയാണ്, നീ പണയം തിരികെ കൊടുക്കണം, അപഹരിച്ച് ഇത് മടക്കി കൊടുക്കണം, നീതികേട് ചെയ്യാതെ ചട്ടങ്ങൾ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ നീതി പ്രവൃത്തികൾ അല്ല നിന്നെ രക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലം ദുഷ്ടത ചെയ്തു, അതുകൊണ്ട് നീ മരിക്കുമെന്ന് ചിന്തിക്കേണ്ട. നീ ദുഷ്ടത വിട്ട് നീതിമാനായി ജീവിച്ചാൽ നിനക്ക് ജീവിക്കാം. നീ നീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് നീതിയിൽ തുടർന്നാൽ നിനക്ക് ജീവിക്കാം. അതുകൊണ്ട് സങ്കീർത്തനം 32
ഒന്നാമത്തെ ഇങ്ങനെ വായിക്കും, ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചെങ്കിൽ, ദൈവം നമ്മെ നീതിമാനാക്കി തീർത്തുവെങ്കിൽ, നമ്മൾ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട പറയട്ടെ, ദൈവം നിങ്ങളെ കർത്താവിന് വേണ്ടി വേർതിരിച്ചതാണെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ നീതീകരിച്ചെടുത്താണെങ്കിൽ, ഒരിക്കൽ നീതീകരിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറിപ്പോകാനല്ല, തെറ്റിലേക്ക് പോകാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീതീകരിക്കപ്പെട്ടവരായി തങ്ങളുടെ പ്രവൃത്തികൾ നീതിയോടുകൂടെ ചെയ്ത് ജീവിച്ചാൽ നിനക്കും ജീവിക്കാൻ, നിത്യതയിൽ പ്രവേശിക്കാൻ, ജീവിക്കാൻ കഴിയും. ഇല്ല, നീ ഒരിക്കൽ നീതി ചെയ്തു, ഈ സാരമില്ല എന്ന് പറയും, പിന്നെ ദുർമാർഗത്തിലേക്ക് പോയാൽ നീ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ ഒരു ദുർമാർഗമായി പോയി എന്ന് പറഞ്ഞ് പോകാനല്ല, നീ മനം തിരിയുന്നെങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ട് നിത്യജീവനായി വേർതിരിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇറക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നീതിയിൽ നമുക്ക് തുടരാം, അതിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള ജനത്തോട് നമുക്ക് ഉദ്ബോധിപ്പിക്കാം, നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നവരോട് പറയാം. ദുഷ്ടതയിലൂടെ ദുർമാർഗങ്ങളോട് ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് നമുക്ക് പറയാം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് നമുക്ക് അവരോട് പറയാം. അതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.